സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്. ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് എന്ന തലക്കെട്ടിൽ SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിന് വെള്ളിയാഴ്ച എടവണ്ണപ്പാറയിൽ തുടക്കമാകും. വൈകിട്ട് 5-ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യും. ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് വരുന്ന 9, 10, 11 തീയതികളിൽ എടവണ്ണപ്പാറയിൽ വെച്ച് ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് എന്നാണ് നമ്മുടെ സാഹിത്യോത്സവത്തിന്റെ തീം. 9, 10, 11 തീയതികളിൽ ഏകദേശം 2500-ലധികം വരുന്ന മത്സരാർത്ഥികൾ 12 സോൺ കേന്ദ്രങ്ങളിൽ നിന്നായി മാറ്റിവെക്കുന്ന ഒരു വലിയ പ്രോഗ്രാമായിട്ട് നടക്കുകയാണ്. പ്രതീക്ഷ കൈവിടാതെ, നിരാശ ഉൽപ്പാദിപ്പിക്കരുത്, പ്രതീക്ഷ കടൽ കടന്നിട്ടില്ല എന്ന ശീർഷകത്തിൽ സമസ്ത സെക്രട്ടറി പൊന്മള ഉസ്താദാണ് സാഹിത്യോത്സവത്തിന്റെ തുടക്കം കുറിക്കുന്നത്. SSF ജില്ലാ പ്രസിഡന്റ് CKM ഷാഫി സഖാഫി അധ്യക്ഷത വഹിക്കും. സാഹിത്യോത്സവിന്റെ ഭാഗമായി 3 ദിനങ്ങളിൽ പ്രതീക്ഷാ പ്രമേയമാകുന്ന വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം ഡോക്ടർ പരകാല പ്രഭാകർ ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മുതലാണ് സാഹിത്യോത്സവിലെ മത്സര പരിപാടികൾ ആരംഭിക്കുക. എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡരികിലെ പ്രധാന വേദിക്ക് പുറമെ 11 ഉപവേദികളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. 168 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ജില്ലയിലെ 12 ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. ജില്ലയിലെ വിവിധ പ്രൊഫഷണൽ ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസുകളിൽ നിന്നുള്ള 200-ലധികം വിദ്യാർത്ഥികളും മത്സരത്തിന്റെ ഭാഗമാകും. ദുരിതങ്ങളുടെ ഉരുൾപൊട്ടിയ വയനാടിനെ സാഹിത്യോത്സവ് ചേർത്ത് പിടിക്കും. മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ CK മുഹമ്മദ് ഷാഫി സഖാഫി, KP മുഹമ്മദ് അനസ്, ഷഫീഖ് ബുഖാരി, യൂസുഫ് അലി സഖാഫി, TM ഷുഹൈബ് ആനക്കയം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിനു ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.